ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നൊരു വാർത്ത വരുന്നു. നടൻ വിനായകനെതിരെ കയ്യേറ്റമുണ്ടായി. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ CISF ഉദ്യോഗസ്ഥരാണ് വിനായകനെ കയ്യേറ്റം ചെയ്തത്. നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിമാനത്താവളത്തിൽ വിനായകനും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. എനിക്കറിയില്ല, എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് പുള്ളി എടുത്ത് വെച്ചാൽ മതി. ఇంటాక్సికేషన్ కండిషన్లోనే ఉన్నాడు. దానికి సంబంధించి మేము ఈ సిటీ పోలీస్ యాక్ట్ కింద కేసు నమోదు చేసుకొని CISFും പോലീസും പറയുന്ന പ്രധാന കാര്യം ഇതാണ്: വിനായകൻ മദ്യലഹരിയിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ വിനായകൻ ഉള്ളത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പോലീസ് സ്റ്റേഷനിലാണ്. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പക്ഷേ ഹൈദരാബാദിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. നടൻ വിനായകൻ ഹൈദരാബാദ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. എയർപോർട്ട് സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഗോവയിലാണ്. കേരളത്തിൽ ഒരാവശ്യത്തിന് വേണ്ടി, വ്യക്തിപരമായ ഒരാവശ്യത്തിന് വേണ്ടി വന്ന അദ്ദേഹം ഹൈദരാബാദ് വഴി കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണ് മടങ്ങിപ്പോയത്. ഹൈദരാബാദിൽ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുന്നതിനിടയിൽ എയർപോർട്ട് സ്റ്റാഫിനോട് കയർത്ത് സംസാരിച്ചു. അത് ശ്രദ്ധയിൽപ്പെട്ട CISF ഇടപെട്ടു. CISFനോടും അദ്ദേഹം കയർത്ത് സംസാരിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഒരു റൂമിലേക്ക് മാറ്റുകയും പിന്നീട് പോലീസിന് കൈമാറുകയുമാണ് ചെയ്തത്. ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. മദ്യപിച്ച എയർപോർട്ടിൽ മോശമായി പെരുമാറി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. ബെയിലബിൾ ഒഫൻസ് ആണ്, സ്റ്റേഷൻ ജാമ്യം കിട്ടും. നിലവിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിച്ചത് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും. ഇതിനിടയിൽ CISF അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ വിനായകനുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോണിൽ പറഞ്ഞതായിട്ടൊരു വാർത്ത പറയുന്നു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചില സുഹൃത്തുക്കളുടെ, എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും, CISF നമ്മൾ കണ്ടിട്ടുള്ള പോലീസുകാർ ബിഹേവ് ചെയ്യുന്നത് പോലെയല്ല. അവരങ്ങനെ മർദ്ദിക്കുന്ന രീതിയിൽ ഉള്ള ബിഹേവിയർ ആണെന്ന് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അത്തരം രീതിയിൽ പെരുമാറുന്നവരായിരിക്കണം. വളരെ അക്രമാസക്തരായി പെരുമാറുകയാണെന്നുണ്ടെങ്കിലാണ് അപ്പോഴും കൈ പിറകിലേക്ക് പിണച്ചു കെട്ടിവെച്ച് ആക്രമിക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്നൊരു രീതി. അല്ലാതെ മർദ്ദിക്കാറുണ്ടോ, മർദ്ദിക്കാറില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. പക്ഷേ വിനായകൻ പറയുന്നത് അദ്ദേഹത്തെ CISFകാർ റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ്. ബാക്കിയുള്ള വിവരങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. ഈ വാർത്തയിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ, കാരണം എയർപോർട്ടിൽ നമ്മൾ കയറുമ്പോൾ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അവിടെയുള്ള സ്റ്റാഫിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം, അവരോട് കയർത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഡിസൊബേ ചെയ്യുന്നതൊക്കെ, അവർ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നതൊക്കെ കുറ്റകരമാണെന്ന് അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത് മദ്യലഹരിയിലാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. സാധ്യതയില്ല എന്നല്ല, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് ഒരു സംശയം. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ മദ്യം വിളമ്പുന്നുണ്ട്. മദ്യം ക്യാരി ചെയ്യാം. എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് മദ്യം ക്യാരി ചെയ്ത് യാത്ര ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ മദ്യം വിളമ്പാറില്ല. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഡിറക്ഷൻ അനുസരിച്ചിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ മദ്യം വിളമ്പാറില്ല. ഇനി ലോഞ്ചിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലോഞ്ചസിൽ മദ്യം വിളമ്പുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഇൻ്റർനാഷണൽ ലോഞ്ചസ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഡൊമസ്റ്റിക് ലോഞ്ചസ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ മദ്യം വിളമ്പാറില്ല. മദ്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഇനി മദ്യപിച്ച ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ അങ്ങേയറ്റം കുടിച്ച് മതോന്മത്തനായി വരികയാണ് അല്ലെങ്കിൽ അക്രമാസക്തനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ എയർലൈൻ അതോറിറ്റിക്ക് ഇയാളുടെ യാത്ര റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ സാധ്യത കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറും മുമ്പ് അദ്ദേഹം മദ്യപിച്ചിരുന്നതായിരിക്കണം. അതല്ലാതെ ബാക്കിയുള്ള ഒരു സ്ഥലത്തും ലോഞ്ചിലോ ഫ്ലൈറ്റിലോ ഒന്നും മദ്യപിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഒരു സംശയം പറഞ്ഞത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ എയർലൈൻസിന് ഇയാളുടെ യാത്ര ക്യാൻസൽ ചെയ്യാം. കാരണം ഇഫ് യു ആർ ഡ്രങ്ക് നോ ഫ്ലൈറ്റ്, അതാണ് തമ്പ് റൂൾ. മദ്യപിച്ചാണ് അദ്ദേഹം ബഹളം വെച്ചത് എന്നുള്ളത് എത്രമാത്രം ശരിയാണെന്നുള്ളത് മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് വന്നാലൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ തന്നെയും എയർപോർട്ടിൽ മിസ്ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റാഫിനെ ഡിസൊബേ ചെയ്യുന്നത് കുറ്റകരമാണ്. അതിന് വേണമെങ്കിൽ CISFന് അദ്ദേഹത്തെ പിടിച്ചുവെക്കാം, പോലീസിന് കൈമാറാം. അതൊന്നും നിയമവിരുദ്ധമായ കാര്യങ്ങളല്ല.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളൊന്നുമല്ല ഞാൻ പ്രതികരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഈ വാർത്ത കേരളത്തിലെ വിവിധ ചാനലുകൾ അവരുടെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനടിയിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകളാണ് ഞാൻ റിയാക്ഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. എടുക്കാനുള്ള കാരണം, ഈ കമൻറ്റിനടിയിൽ വന്നിരിക്കുന്നത് പലതും, എല്ലാമല്ല, മിക്കവാറും എല്ലാവരും വിനായകനെ അറസ്റ്റ് ചെയ്ത് നല്ല കാര്യം, അത് അവന് കിട്ടണം, അവനത് വേണ്ടതാണെന്ന രീതിയിൽ പ്രതികരിക്കുന്നവരാണ്. ഇത്രയും ശത്രുക്കൾ വിനായകനുണ്ടോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായത്. ശരിയാണ്, ചില നിലപാടുകൾ എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പുണ്ട്. അദ്ദേഹം വളരെ റോയായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണെന്ന് പറയാറുണ്ട്, മനസ്സിലുള്ളതുപോലെ ബിഹേവ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ എല്ലായിടത്തും ബിഹേവ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എയർപോർട്ട് പോലെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിന് കൃത്യമായ ചട്ടവട്ടങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇൻഡിഗോ ഫ്ലൈറ്റിൽ വെച്ച് 2 യുവാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത കാര്യം, നമ്മൾക്ക് ഒരു ഫ്ലൈറ്റിൽ ചാടിക്കയറി നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പറ്റുകയൊന്നുമില്ല. തീവ്രവാദികളാണെന്ന് പറഞ്ഞ് എടുത്തിട്ടിട്ട് പോകും. യാത്രയിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ് എയർപോർട്ട് ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ചാനലിൽ കേട്ട ഒരു കാര്യമാണ് ടിനി ടോം പറഞ്ഞത്. ഇവർ US നിന്നും ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് ഇവരോട് ചോദിച്ചു, ആർ യു എ ടെററിസ്റ്റ് എന്ന് ചോദിച്ചു. ഇവർ കേട്ടത് ടൂറിസ്റ്റ് എന്നാണ്. മുന്നേ പോയവൻ യെസ് എന്ന് മറുപടി പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, അവരവരെ കുറച്ചു നേരം ഡീറ്റെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എയർപോർട്ട് പോലെ ഒരു സെൻസിറ്റീവായ പ്രദേശത്ത് ബിഹേവ് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ വിനായകനെതിരെ വന്നിട്ടുള്ള ജാതീയതയും അദ്ദേഹത്തിൻ്റെ നിറത്തിനെതിരെയും വന്നിട്ടുള്ള വിമർശനങ്ങളെ, അവഹേളനങ്ങളൊക്കെ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ജസ്റ്റ് ബിക്കോസ് ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ജാതീയപരമായിട്ടും അദ്ദേഹത്തെ നിറത്തെ ഉദ്ദേശിച്ചും അധിക്ഷേപം നടത്തുന്നത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. അദ്ദേഹം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ നിയമവിരുദ്ധമാണ് എങ്കിൽ, ഒരു സാമൂഹിക ജീവിതത്തിന് നിരക്കാത്ത കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ വിമർശിക്കാം. പക്ഷേ ഈ കമൻറ്റുകളിലൊക്കെ കാണുന്നത് ജാതീയപരമായിട്ടുള്ള അധിക്ഷേപമാണ്. അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു ഇവിടെ? അത്തരം കാര്യങ്ങൾ വിമർശിക്കപ്പെടാണ്. ഞാൻ 1-2 കമൻറ്റ്സ് കാണിച്ചു തരാം. മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്ന് കരുതി ഒരു ഷെഡ്യൂളിനെ കൈവെക്കാൻ ആരാണ് CSFന് അധികാരം തന്നത്? വളരെ സറ്റേറിക്കൽ എന്നല്ല ഇതിനെ പറയേണ്ടത്, അധിക്ഷേപമാണ്. സറ്റേറും അധിക്ഷേപവും, ഹാസ്യവും പരിഹാസവും രണ്ടാണ്. ഇദ്ദേഹം ഷെഡ്യൂളിനെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്ന ആളെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ഒരു ഷെഡ്യൂളിനെ കൈവെക്കാൻ ആരാണ് CFന് അധികാരം നൽകിയത്? അതിനുശേഷം വന്നിരിക്കുന്ന കമൻ്റാണ്, വിനായകൻ ഫാൻസ് ലക്ഷം വീട് കോളനി കമ്മിറ്റി. എന്തിനാണ് ജാതിപരമായിട്ട് ഒരു വലിയ സമൂഹത്തെ അധിക്ഷേപിക്കേണ്ട കാര്യം? അദ്ദേഹം ചെയ്ത കാര്യത്തെ വിമർശിക്കാമല്ലോ. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാൾ തന്നെ മറ്റൊരു വാർത്താ ചാനലിൽ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ വ്യക്തി തന്നെ, വിനായകൻ്റെ ജാതിയാണ് എല്ലാവർക്കും പ്രശ്നം എന്ന് പറഞ്ഞ് ലക്ഷം വീട് കോളനികൾ എത്തിയോ ശകുന്തളെ? വീണ്ടും പരിഹാസമാണ്. ലക്ഷം വീട് കോളനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജാതീയപരമായിട്ട് പിന്നിൽ നിൽക്കുന്നവർക്ക് പുനരധിവാസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ്. വളരെ കാലം മുമ്പ് തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ് അവർക്ക് വേണ്ടി താമസിക്കാനുള്ള സൗകര്യങ്ങൾ അടങ്ങുന്ന ഒരു കോളനി സൃഷ്ടിക്കുക എന്നുള്ളത്. അതിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. അതിൻ്റെ ആവശ്യം തിരിക്കുന്നത് ഇവിടെ. മറ്റൊരു കമൻറ്റ്, ജാതിക്കാട് ഇറക്കി കോളനികൾ ഇപ്പോൾ വരും. ഇനി വേറൊരു കമൻ്റാണ്, മാനേഴ്സ് ഇല്ലാത്ത ഓരോ കോളനി വാണങ്ങൾ. സത്യത്തിൽ ഇവർ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയല്ല ഇവിടെ വിമർശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജാതിയെ തന്നെയാണ്. ആ ജാതീയത വിമർശിക്കുന്നതുകൊണ്ടാണ് ജാതി എടുത്ത് പറയേണ്ടി വരുന്നത്. ഞാൻ ഈ ജാതിയിൽപ്പെട്ടവനായത് കൊണ്ടല്ലേ നിങ്ങളിത് അധിക്ഷേപിക്കുന്നതെന്ന് വിനായകനോ അല്ലെങ്കിൽ പിന്നോക്ക ജാതിയിൽ നിൽക്കുന്ന ഒരാൾക്കോ പറയേണ്ടി വരുന്നത് ഇത്തരത്തിൽ ജാതീയപരമായ അധിക്ഷേപങ്ങൾ വരുന്നത് കൊണ്ടാണ്. മറ്റൊരു കമൻ്റാണ്, അവിടെ കിടന്ന് ഞാൻ ആദിവാസി എന്ന് തണ്ണിയടിച്ച് തള്ളിക്കാണും, 2 എണ്ണം അപ്പോൾ കൂടുതൽ കിട്ടിക്കാണും. CSFന് ബിഗ് സല്യൂട്ട്. നിങ്ങൾ ചാനൽകാർ പോയി പൊക്കിക്കൊണ്ടുവരും, ഇവൻ ഇവിടെ എന്തെല്ലാം കളിച്ചു, പോലീസ് പോയാൽ ഉടനെ ആദിവാസി സ്റ്റൈൽ. ഇവിടെ ഇദ്ദേഹത്തെ മാത്രമല്ല ഇവർ അപമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആ ആദ്യം കണ്ട കുറേ കമൻറ്റുകൾ മൊത്തം പിന്നോക്ക ജാതിയിൽ നിൽക്കുന്നവരെ മുഴുവൻ അധിക്ഷേപിക്കുന്നു. ഈ ജാതിപരം അധിക്ഷേപം കൊണ്ടുവരുന്നവൻ്റെ ഉള്ളിൽ എന്താണ് കിടന്ന് തിളയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമ്മൾക്കുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയും ഇരവാദം മുഴക്കുന്നുവെന്ന്. ഞാനൊരു ജാതിയുടെയും ഭാഗമല്ല. പക്ഷെ ജാതീയതയെ, പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ജാതിപരമായി അധിക്ഷേപിക്കുന്നത് ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ്. അത്തരം പ്രവണതകളെ വിമർശിക്കുന്ന ആളാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. വിനായകനെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വെച്ച് നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജാതി വെച്ച് വിമർശിക്കാൻ ഒരാൾക്ക് അവകാശമില്ല.
അതുകൂടാതെ വർണ്ണപരമായിട്ടുള്ള 1-2 അധിക്ഷേപങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ വായിച്ചു കേൾക്കണമല്ലോ. കേരളത്തിലെ ഭീകരജീവിയാണെന്ന് കരുതി പിടിച്ചതായിരിക്കുമല്ലേ, സാരമില്ല. അദ്ദേഹത്തിൻ്റെ ലുക്ക്, ഇത് തന്നെയാണ് വിനായകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, എൻ്റെ നിറമാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ്. എൻ്റെ നിറം ബെറ്ററല്ല. ഞാനും ഈ നിറത്തിൻ്റെ പേരിലൊക്കെ അധിക്ഷേപം, എനിക്കും ഈ നിറത്തിൻ്റെ പേരിലൊക്കെ അധിക്ഷേപങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസമുണ്ട് എന്ന് കരുതുന്ന ആളുകൾ, കുറച്ചും കൂടി പുരോഗമനപരമായിട്ട് ചിന്തിക്കുമെന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ നിറത്തിൻ്റെ പേരിൽ കളിയാക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിനൊക്കെ യൂസ്ഡായി, അത് മൈൻഡ് ചെയ്യാത്ത അവസ്ഥ. പക്ഷെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ലുക്ക് വെച്ചിട്ടാണോ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്? ജനഗണമന എന്ന സിനിമയിൽ അതിലെ ജഡ്ജി പറയുന്നത് പോലെ, ഫോർ എ ചാൻസ് ലുക്ക് അറ്റ് ദെയർ അപ്പിയറൻസ്, അല്ലേ? അവരുടെ ലുക്ക് അത് കണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യണം. മറ്റൊരാൾ അതിനെ പോലെ മോശമായൊരു കമൻ്റ് ഇറക്കിയിരിക്കുന്നത്, അമേരിക്കയിലുള്ള ആഫ്രിക്കക്കാരുടെ പെരുമാറ്റം കണ്ടിട്ടില്ലാത്ത മലയാളികൾ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധിക്ഷേപമാണ്. നമ്മൾ എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഒരു നിശ്ചിത ശതമാനം ആളുകൾ ഇപ്പോഴും ഈ ജാതിയുടെയും വർണ്ണ വിവേചനത്തിൻ്റെയൊക്കെ ചെളിക്കുണ്ടിൽ കിടക്കുകയാണ്. ആ ദുർഗന്ധം ഉള്ളിക്കിടക്കുകയാണ്. ഇങ്ങനെ അവസരം വരുമ്പോൾ പുറത്തേക്ക് വരികയാണ്. ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദിസ് പീപ്പിൾ. ഇത്രയൊക്കെ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റാവുന്നു, സാമൂഹികപരമായ മുന്നേറ്റമുണ്ട്, വിദ്യാഭ്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇത്തരം രീതിയിൽ തന്നെയാണ് ഒരവസരം വരുമ്പോൾ ആളുകൾ പെരുമാറുന്നത്. മറ്റൊരു കാര്യം, തൊള്ളയിലെ നാവ് നന്നല്ലെങ്കിൽ ഇതുപോലെ കിട്ടും, അവന്മാർ ചവിട്ടിക്കൂട്ടി കാണും. അവസാനം ലവൻ വന്ന് പറയും, എൻ്റെ നിറവും ജാതിയുമായിരുന്നു അവിടെ പ്രശ്നം. അത് തന്നെയല്ലേ ഇപ്പോൾ പ്രശ്നം? അത് തന്നെയാണ് പ്രശ്നം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിലല്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിലോ അദ്ദേഹത്തെ CASF പിടിച്ചു വെച്ചതിൽ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. മർദ്ദിക്കാൻ പാടില്ല, അദ്ദേഹത്തെ മർദ്ദിക്കേണ്ട ആവശ്യമില്ല. അവിടെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ CASF ബിഹേവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിനായകൻ ചെയ്ത കാര്യം എയർപോർട്ട് സ്റ്റാഫിനോടും CASFനോടും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. മദ്യലഹരി ചെയ്താലും തെറ്റാണ്. അതിനെതിരെ കേസെടുക്കാം. പോലീസ് കേസെടുത്തു നിയമപരമായിട്ട്. പക്ഷേ ബാക്കിയുള്ള ഈ കമൻറ്റുകളൊക്കെ അയാളുടെ നിറവും ജാതിയും നോക്കിയുള്ളതല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവസാനം വന്ന് പറയേണ്ടി വരുന്നത്, എൻ്റെ നിറവും ജാതിയുമാണ് പ്രശ്നമെന്ന്. അവസാനത്തെ കമൻറ്റ്, കേരളത്തിലായിരുന്നെങ്കിൽ ദളിത് കാർഡ് ഇറക്കാൻ കുറെ കൂടി മുതലെടുപ്പ് ടീം വന്നേനെ. ദളിത് കാർഡ് ഇറക്കുകയല്ല സർ, കുറഞ്ഞ പക്ഷം കേരളത്തിൽ ദളിതനോട് അനുഭാവമുള്ള ഒരു സമൂഹമുള്ള, അതുകൊണ്ടാണ്. അത് കാർഡ് ഇറക്കുകയല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും നമ്മൾ 2024 എത്തി എന്ന് മനസ്സിലാക്കണം. നേരം വെളുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ പണ്ട് ഓംബ്ര എന്ന് വിളിച്ച് കിടക്കുന്ന കാലഘട്ടത്തിലെ മനസ്സുമായി നടന്നു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ സംസാരിക്കുമ്പോൾ തോന്നുന്നു, ഇപ്പോൾ ഞാൻ ഈ വിഷയം പറയുമ്പോൾ പോലും നിങ്ങൾക്ക് തോന്നുമോ ജാതിക്കാടും നിറക്കാടും ഒക്കെ എത്തി എന്നുള്ളത്. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള അധിക്ഷേപ കമൻറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള കമൻറ്റുകൾ എടുക്കാതിരുന്നത്? കാരണം പലതും നമുക്ക് തോന്നുന്നുണ്ട്, അതിര് കടക്കുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിലും വിനായൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിനായൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ വന്ന പ്രശ്നമായിരിക്കാം, അദ്ദേഹം സംസാരിച്ച പ്രശ്നമായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം CASFന് അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്യേണ്ടി വന്നത്, പോലീസിന് കൈമാറേണ്ടി വന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ജാതീയപരമായും അദ്ദേഹത്തിന് നിറത്തെ വെച്ചും അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം വിമർശിക്കപ്പെടേണ്ട കാര്യമാണ്. അത് വെച്ചു പൊറുപ്പിക്കേണ്ട ഒരു കാര്യമേ അല്ല. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.